നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ലോകത്ത് നമുക്കറിയാം വിന്റർ ട്രാൻസ്ഫർ വിൻഡോ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് കൊഴുത്തിട്ടില്ല, പക്ഷെ 1-ാം തീയതി ആകുമ്പോൾ തൊട്ട് മേ ബി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊഴുക്കുമായിരിക്കും. പക്ഷെ ഇപ്പം റൈറ്റ് നൗ വരുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്ഡേറ്റുകളോട് കിടക്കുന്നതിന് മുമ്പ് എഡിസൺ കവാനിയുടെ കാര്യം പറയേണ്ടതുണ്ട്. സോ കവാനി ഓൾ ഫോംസ് ഓഫ് ഫുട്ബോളിൽ നിന്ന് റിട്ടയർമെന്റ് അറിയിച്ചിരിക്കുകയാണ്. സോ 38-ാം വയസ്സിൽ താൻ റിട്ടയർ ചെയ്യുകയാണെന്നുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് ആയിട്ട് ആൾ കളിച്ചുകൊണ്ടിരുന്ന ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടിയാണ്. സോ നമ്മുടെ ഈ ഒരു ജനറേഷനിലെ ലാസ്റ്റ് 10-15 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്ട്രൈക്കർ എന്ന് തന്നെ പറയേണ്ടി വരും. കവാനിയുടെ കാര്യം പറയുമ്പോൾ ഹി വാസ് റിയലി എ ഗുഡ് പ്രൊഫഷണൽ പ്ലെയർ തന്നെയായിരുന്നു. അനാവശ്യ കോൺട്രവേഴ്സീസോ മറ്റോ ഒന്നുമില്ല. നാപ്പോളിയിലാണെങ്കിലും PSG പിന്നീട് യുണൈറ്റഡിൽ വന്നപ്പോഴാണെങ്കിലും ബൊക്കയിൽ കളിക്കുമ്പോഴാണെങ്കിലും എല്ലാം ആള് പെർഫോം ചെയ്തിട്ടുള്ള ഒരു നെയിമാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് കവാനി. അത് പറഞ്ഞാൽ തുടങ്ങണമെന്ന് തോന്നി. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ടെർ സ്റ്റെഗൻ ബാർസലോണ വിട്ടേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. മറ്റൊന്നും അല്ല, റിലയബിൾ സോഴ്സ് ഫാബ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജിറോണ ടെർ സ്റ്റെഗന് വേണ്ടി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഓൾറെഡി പല ടർക്കിഷ് ക്ലബ്ബുകളും മറ്റുമൊക്കെ താരത്തിന്റെ പിന്നാലെ വന്നെങ്കിലും ഒരു ബിഗ് ക്ലബിൽ ഒരു പെർമനന്റ് മൂവ് മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ജിറോണ മൂവിൽ ആള് ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് കേൾക്കുന്നു. വളരെ റീസൺസ് എടുത്തിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് മിനിറ്റ്സ് ആൾക്ക് കിട്ടണം. ഇപ്പം നാഗൽസ്മാനുമായിട്ട് റീസെന്റ് കോൺടാക്ട് നടത്തിയെന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട്. ഗെയിം ടൈം ഇല്ലെങ്കിൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കയറാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബാർസലോണയെ തന്നെ നിൽക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ജിറോണ ബാർസ അടുത്തടുത്ത് കിടക്കുന്ന സെയിം ഏരിയ എന്നുള്ള ക്ലബ്സാണ്. സോ ആൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഫാമിലിയായിട്ട് ബാർസയിൽ തന്നെ നിൽക്കാം. സോ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം. പിള്ളേരുടെ പഠിത്തത്തിൻ്റെ കാര്യമാണെന്നും വൈഫിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഓക്കെയാണ്. സോ അതാണ് വൺ ഓഫ് ദ റീസൺ. ആൻഡ് മൂന്നാമത്തെ കാര്യം, സാലറിയിൽ ഒരു കോംപ്രമൈസും ചെയ്യേണ്ടി വരത്തില്ല. ഫുൾ സാലറിയും മിക്കവാറും ബാർസ കവർ ചെയ്യുമെന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ടെർ സ്റ്റെഗനെ ജിറോണയിലോട്ട് ലോണിന് വിടും. ഓൾമോസ്റ്റ് മേജർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ സാലറിയും ബാർസ തന്നെ കവർ ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ ബാർസലോണയ്ക്ക് മെയിൻലി ആൾക്ക് ഗെയിം ടൈം കിട്ടാൻ, രണ്ട് സ്ക്വാഡിൽ നിന്ന് അനാവശ്യ മീഡിയ അറ്റൻഷനും മേ ബി അനാവശ്യ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാതിരിക്കാനായിട്ടും ആയിരിക്കാം മേ ബി ബാർസ മെജോറിറ്റി ഇഫ് നോട്ട് ദ ഫുൾ വേജസും കവർ ചെയ്ത് കൊടുക്കാൻ റെഡി ആവുന്നെന്നും കേൾക്കുന്നു. സോ മിഗുൽ സാഞ്ചസിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ടെർ സ്റ്റെഗനെ ഹൈലിയാണ് റേറ്റ് ചെയ്യുന്നതെന്നും ഈയിടെ പറയുകയും ചെയ്തു. സോ ആ ഡീൽ ചിലപ്പോൾ നടക്കാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് റൊണാൾഡോ അറോഹോ ഇസ് ബാക്കിംഗ് ട്രെയിനിങ്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനും മറ്റുമൊക്കെ ആൾ അറ്റൻഡ് ചെയ്തിരുന്നു. എസ്പാനിയോളിന് അഗേൻസ്റ്റ് വീക്കെൻഡ് നടക്കുന്ന മാച്ചിൽ, ഇന്ത്യൻ സമയം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച വെളുപ്പിന് 1:30 തോന്നുന്ന മാച്ച്, അതിലെന്തായാലും ആള് കളിക്കത്തില്ല എന്ന് ഉറപ്പാണ്. എപ്പോൾ ടീമിലോട്ട് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ ആൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഹോപ്പ് അറോഹോന്റെ ബെസ്റ്റ് വെർഷൻ നമുക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെയാണ് ബാർസയിൽ തന്നെ നിൽക്കുമ്പോൾ വ്ലാഹോവിച്ചിന്റെ ഒരു അപ്ഡേറ്റും പറയണമെന്ന് തോന്നി. യൂസാൻ വ്ലാഹോവിച്ചുമായിട്ട് ആളുടെ ഏജൻസുമായിട്ട് ബാർസലോണ കോൺടാക്ട് നടത്തിയെന്നാണ് മറ്റേ മൊറേറ്റോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സി, ബാർസലോണ നോക്കുന്ന ഒരു നെയിമാണ്. കാരണം ഫ്രീ ഏജന്റ് ആണ്. FFPയുടെ കാര്യത്തിൽ ബാർസലോണയ്ക്ക് നെക്സ്റ്റ് സീസൺ റിലീഫ് കിട്ടും, ബിഗ് മണി സൈനിങ് വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇത് തന്നെയായിരുന്നു. സമ്മറിൽ നമ്മളൊരു അന്യ അഡീഷൻ നടത്തും എന്നുള്ള രീതിയിൽ. പക്ഷെ അവസാനം നമ്മൾ കണ്ടതാണ് റാഷ്ഫോർഡിനെയൊക്കെ ലോണിന് എത്തിക്കേണ്ടി വന്നു. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ ഇപ്പോഴും പല കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കറിയത്തില്ല എന്താവുന്നു. സോ യൂസം വ്ലാഹോവിച്ച് ഈ സമ്മൺ ബാർസലോണ നോക്കണം. വി ഷുഡ് ലുക്ക് അറ്റ്. കാരണം ആൾ ഫ്രീ ഏജന്റ് ആണ്. ഓക്കെ, ആളുടെ പെർഫോമൻസ് യുവന്റസ് ഫിയോറന്റീന മൂവ് ചെയ്തതിനു ശേഷം റിയലി അണ്ടർപെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് നോക്കണം. ആൻഡ് ഇഞ്ചറീസും ആൾക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെക്കറിങ് ഇഞ്ചറീസും വരാറുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫ്രീ ഏജന്റ് ആണ്, നോക്കാവുന്നൊരു പ്രൊഫൈൽ തന്നെയാണ്. സോ അവിടെ നമ്മൾ മെറ്റ് അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം മാൻ യുണൈറ്റഡ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. എസ്പെഷ്യലി ഒരു മിഡ്ഫീൽഡ് അഡീഷനിൽ അവർ കുറച്ച് ഡെസ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ആ വാർത്തകളിലോട്ട് വരുമ്പോഴേക്കും ബ്രൂണോ ഫെർണാണ്ടസ് മേ ബി ലാസ്റ്റ് ഗെയിം ഫോർ യുണൈറ്റഡ് കളിച്ചു. ആൾക്ക് ഓൾറെഡി ഇഞ്ചറി കാരണം ഔട്ടാണ്. ആള് ജനുവരിയിൽ തന്നെ ചിലപ്പോൾ ഒരു സൗദി മൂവ് പുഷ് ചെയ്യും. ആള് റീസെന്റ് വന്ന് പറഞ്ഞ വാക്കുകൾ മറ്റേ ബോർഡിലെ പലർക്കും പോകണമെന്നുണ്ടായിരുന്നു. റൂബൻ അമോറിയം പ്ലേയുടെ ഹ്യൂസ് റോൾ എന്നൊക്കെയുള്ള രീതി ആൾ പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് 3ഓളം സൗദി അപ്രോച്ചുകൾ പുള്ളി റിജക്ട് ചെയ്തു. സമ്മറിൽ നിന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ജനുവരിയിൽ ആൾ മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന വാർത്തകൾ പക്ക ഫേക്ക് ആണ്. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. നെക്സ്റ്റ് സമ്മറിൽ പോസിബിൾ ആണ്, പക്ഷെ ജനുവരിയിൽ എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസ് നീങ്ങത്തില്ല. ആ കേൾക്കുന്ന വാർത്തകളെല്ലാം ഫേക്ക് ആണ്. സോ അവിടെ നമ്മൾ യുണൈറ്റഡ് നിൽക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനു കോനനെ നോക്കുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. AS റോമയുടെ 24 വയസ്സുകാരനായ ഫ്രഞ്ച് മിഡ്ഫീൽഡർ. ജനുവരിയിൽ ഈ മൂവ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. ഒന്നാമത് റോമ ഇപ്പോൾ അവിടെ ഒരു ടൈറ്റിൽ റേസിലാണ്. റോമയുടെ സ്റ്റാർട്ടിങ് ഇഫ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിഡ്ഫീൽഡർ ഇൻ ദാറ്റ് ടീമാണ് മാനു കോനെ. സോ
ആ മാതിരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്ലെയർ ഐ ഡോണ്ട് തിങ്ക് സോ പോസിബിൾ ആണെന്നുള്ളൊരു കാര്യം. സമ്മറിലായിരിക്കും ഈ മൂവിന് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ മാൻ യുണൈറ്റഡ് ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു നെയിമാണ് മാനു കോനെ എന്നാണ് കേൾക്കുന്നത്. ഐ തിങ്ക് ഗ്രേറ്റ് അഡീഷൻ ആയിരിക്കും. അത് നടത്തുവാണെങ്കിൽ നമുക്ക് നോക്കാം. വേൾഡ് കപ്പിലും ഫ്രാൻസ് ടീമിലും മിക്കവാറും ഇടം നേടും താരം. അതുപോലെ തന്നെയാണ് റൂബൻ നെവസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 15 മില്യൺ വരെ 15 മില്യൺ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേട്ടായിരുന്നല്ലോ. അൽ ഹിലാൽ കൊടുക്കാൻ റെഡിയാണെന്നുള്ള രീതി. മാൻ യുണൈറ്റഡ് റൂബൻ നെവസിനെ ജനുവരി കൊണ്ടുവരാൻ നോക്കുന്നു എന്നും വാർത്തകളുണ്ടായിരുന്നു. അതിന് നെയിം ഗാലഗറായിരുന്നു. പക്ഷേ ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റൂബൻ നെവസ് പ്രിഫർ ചെയ്യുന്ന ഒരു റയൽ മാഡ്രിഡ് മൂവ് ആണെന്നും ഈവൻ ഒരു 2/3 സാലറി കട്ട് ചെയ്യാൻ റെഡിയാണ് ഫോർ റയൽ മാഡ്രിഡ് എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ റയൽ മാഡ്രിഡ് റൈറ്റ് നൗ റൂബൻ നെവസിനെ ജനുവരിയിൽ പൈസ കൊടുത്താണ് ഇന്ന കാര്യത്തിൽ ആലോചിക്കുന്നതിന്. സമ്മറി മേ ബി ഫ്രീ ഏജന്റ് ആയിട്ട് ട്രൈ ചെയ്തേക്കാന്നും കേൾക്കുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ ജനുവരിയിൽ റൂബൻ നെവസിന് വേണ്ടി റയൽ മാഡ്രിഡ് ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. യുണൈറ്റഡ് അതേ സമയത്ത് രംഗത്തുണ്ട് താനും. സോ ലെറ്റ്സ് സീ ആ ഡീൽ എന്താവും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെയാണ് ഉഗാട്ടയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ യുണൈറ്റഡിന്റെ താരമായ മാനുവൽ ഉഗാട്ടെ നമുക്കറിയാം ഒരു മൂവ് നടത്തിയതിനു ശേഷം ഹിറ്റ് ആൻഡ് മിസ് എന്ന് പറയുന്ന ശരിയല്ല, കൂടുതലൊരു മിസ്സാണ്. അതായത് തന്നെ ഹിറ്റ് ആൻഡ് താരത്തിൽ ഗാലക്ടസറി ഇൻട്രസ്റ്റഡ് ആണെന്നും ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് സമീപിച്ചേക്കാന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. കൂടാതെ നാപ്പോളിയും ലയോണും താരത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുണൈറ്റഡ് ജനുവരിയിൽ ഉഗാട്ടേനെ ലോണിന് കൊടുക്കുമോ ഐ ഡോണ്ട് നോ. കുറച്ച് ഷോർട്ടാണ് യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു നെയിമാണ്. എന്തായാലും ഇപ്പം അധികം പൈസ കിട്ടാൻ പോകുന്നില്ല, സമ്മറിലും അധികം കിട്ടാൻ പോകുന്നില്ല. എന്തായാലും യുണൈറ്റഡ് മുടക്കിയ ഫണ്ട് ഉഗാട്ടയ്ക്ക് എന്തായാലും ഒരു യൂറോപ്യൻ ക്ലബ്ബിൽ നിന്ന് കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ മിഡ്ഫീൽഡിൽ ഇത്ര ഷോർട്ടേജസ് ഉള്ളപ്പം യുണൈറ്റഡ് ഉഗാട്ടയെ കൊടുക്കുമോ ഐ ഡോണ്ട് നോ. അവിടുന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലിങ്കാർഡ് നമുക്കറിയാം FCC കൂടി വിട്ടതിന് ശേഷം ആൾ ഫ്രീ ഏജന്റ് ആണ്, കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിരുന്നു. സോ ഇപ്പം താരത്തിൽ ടെർമിനേറ്റ് ആയി ഫ്രീ ഏജന്റായി നിൽക്കുകയാണല്ലോ. സെൽട്ട വീഗോ, സെവിയ, റയൽ ഒവീഡോ പോലത്തെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഹീം സ്റ്റെർലിംഗ് നമുക്കറിയാം ആർസണലിലുള്ള ലോൺ മൂവിന് ശേഷം ഇപ്പം വെറുതെ ചെൽസി യൂസേ ചെയ്യുന്നില്ല. നമുക്കറിയാം ചെൽസിയുടെ പ്രോജക്റ്റിൽ പോലും പുള്ളിയില്ല. സോ സ്റ്റെർലിംഗ് മേ ബി ഒരു മൂവ് കിട്ടിയേക്കാം, സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസും വെസ്റ്റാമും സീരിയസ്ലി കാര്യങ്ങൾ നീങ്ങുന്നു എന്നല്ല പറയുന്നത്, ബട്ട് ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്റ്റെർലിംഗിന്റെ നെയിം എന്നുള്ള രീതി റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കീ സ്മിത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും സോ യുണൈറ്റഡിന്റെ കാര്യം പറയുമ്പോൾ കീ സ്മിത്തിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. കീ സ്മിത്തിനെ യുണൈറ്റഡ് സീരിയസ്ലി ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊരു നെയിമാണ്. ആൻഡ് അനദർ ക്ലബ് ഈസ് റയൽ മാഡ്രിഡ്. ഈ രണ്ട് ക്ലബ്ബുകളും വളരെ സീരിയസ്ലി കീ സ്മിത്തിൽ നോക്കുന്നുണ്ടെന്ന് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ബാർസലോണ പോലത്തെ ക്ലബ്ബുകളും ആൻഡ് ന്യൂകാസൽ യുണൈറ്റഡ് as well ഹൈലി റേറ്റ് ദ പ്ലെയർ. പക്ഷേ യുണൈറ്റഡും റയൽ മാഡ്രിഡും വളരെ സീരിയസ് ആണ് ഈ താരത്തിൽ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. പക്ഷേ താരത്തിന് 30 മില്യൺ എന്നുള്ളത് ഇപ്പോൾ 60 മില്യൺ പ്രൈസ് ടാഗ് ആയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സമ്മറി മേ ബി 25-30 മില്യൺ കിട്ടുമായിരുന്നെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായത്. പക്ഷേ ഇപ്പം പ്രൈസ് ടാഗ് കൂടിയിട്ടുണ്ട്. ജനുവരിയിൽ ഒരു മൂവ് ആസ് ഓഫ് നൗ റിയലിസ്റ്റിക്കലി ഡിഫിക്കൽട്ട് ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ AZ അൽക്കമാർ നോസ് സമ്മർ ആകുമ്പോഴേക്കും മേ ബി വേൾഡ് കപ്പ് ടീമിൽ കയറുമോ എന്നറിയത്തില്ല, കയറാതിരിക്കാം. ബട്ട് ഹിസ് റിയലി യങ്. എന്തായാലും എങ്ങനെ പോയാലും ഈ സീസൺ വളരെ പോസിറ്റീവാണ് AZ അൽക്കമാറിന് വേണ്ടി പോകുന്നത്. സോ AZ അൽക്കമാർ സ്റ്റാറ്റിസ്റ്റിക്കലി എല്ലാം നല്ലപോലെയാണ് പോകുന്നത്. സോ താരത്തിന്റെ പ്രൈസ് ടാഗ് കൂടാനേ സാധ്യതയുള്ളൂ. ആൻഡ് താരത്തിനെ കീപ്പ് ചെയ്താൽ അവർക്ക് ലീഗിൽ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു നെയിമുമാണ്. സോ അതിനകത്ത് തന്നെ ഐ തിങ്ക് ഹി വിൽ സ്റ്റേ. സമ്മറിൽ ഒരു മൂവ് ആയിരിക്കാം പോസിബിൾ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെയാണ് മറ്റു കുറച്ച് അപ്ഡേറ്റിലോട്ട് പോകുമ്പോൾ ബോൺമുത്തിന്റെ കാര്യത്തിലൂടെ നമുക്കറിയാം സെമന്യോ മാൻ സിറ്റി ആ ഡീലിൽ അഗ്രി നിൽക്കുവാണ്. മാൻ സിറ്റി എത്രയും പെട്ടെന്ന് ഡീല് ഫൈനലൈസ് ചെയ്യാനായിട്ട് നോക്കുവാണെന്നാണ് കേൾക്കുന്നത്. മിക്കവാറും ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ ജനുവരി 1 തന്നെ ഡീൽ എളുപ്പം ഫൈനലൈസ് ചെയ്യാൻ സിറ്റി നോക്കുമെന്ന് കേൾക്കുന്നു. ബോൺമുത്തിന്റെ ഡിസ്കഷനാണ്. സോ ബോൺമുത്തിന് സെമന്യോയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് അവർ നോക്കുന്നത് ടോട്ടനാമിന്റെ ബ്രനൻ ജോൺസനെ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്കറിയാം തോമസ് ഫ്രാങ്കിന് അണ്ടർ ബ്രനൻ ജോൺസൺ പിക്കിംഗ് ഓർഡറിങ് കുറച്ച് താഴെയാണ്. മിനിറ്റ്സ് കിട്ടാറുണ്ട്, പക്ഷെ ബെഞ്ചിൽ നിന്നാണ് താരം ഇറങ്ങുന്നത്. സോ താരത്തിന് റെഗുലർ ഗെയിം ടൈം കിട്ടാനായിട്ട് ഒരു മൂവ് പുഷ് ചെയ്തേക്കാന്ന് കേൾക്കുന്നു. ബട്ട് ടോട്ടനാം ആസ് ഓഫ് നൗ ഒത്തിരി ഇൻട്രസ്റ്റഡ് അല്ല ബ്രനൻ ജോൺസനെ വിൽക്കാൻ എന്നാണ് വാർത്തകൾ വരുന്നത്. സോ ലെറ്റ്സ് സീ അതെങ്ങനെ പോകുന്നു. കാരണം ബ്രനൻ ജോൺസൺ അഥവാ പോവുകയാണെങ്കിൽ അവരൊരു അറ്റാക്കറിനെ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അഥവാ പോയാലും പോയില്ലേലും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം ഒമർ മർമോഷിനെയും സാമു ഒമറഡിയോണിനെയും ബോർട്ടോയുടെ സാമുവിനെയും മർമൂഷിനെ സിറ്റിയുടെ അവർ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇടിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് സെമന്യോയുടെ റീപ്ലേസ്മെന്റിന് എന്ത് വന്നാലും അവർ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സെനേസിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ സെനേസി ജനുവരി പോകത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ബോൺമുത്ത് കൂടുതലും കീപ്പ് ചെയ്യാനായിട്ടാണ് സാധ്യത. ബാർസലോണയും പൈസ കൊടുത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അത്ലറ്റിക്കോ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും എത്ര പൈസ ഓഫർ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ അവർ സൊസസോളയുടെ സെൻട്രൽ ബാക്ക് ആയ ടാറിക് മുഹറമോവിച്ച് എന്ന് പറയുന്ന ബോസ്നിയയുടെ
താരം 22 വയസ്സാണ്, ലെഫ്റ്റ് സൈഡ് CB കളിക്കുന്ന പ്ലെയറാണ്. സോ സെനേസിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് താരത്തെയാണ് നോക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ഇന്റർ മിലാനും താരത്തിന് പിന്നാലെയുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെയാണ് ബോൺമുത്ത് മറ്റൊരു നെയിമിനെ നോക്കുന്നുണ്ട്. ഈ ബ്രനൻ ജോൺസണും മറ്റും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ അബ്ദുൾ ഫത്താവ എന്ന് പറയുന്ന ലെസ്റ്റർ സിറ്റിയുടെ പ്ലെയറിനെ നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 30 മില്യൺ പൗണ്ട്സിന് താരം അവൈലബിൾ ആവുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ബ്രനൻ ജോൺസണേക്കാളും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും സെമന്യയുടെ റീപ്ലേസ്മെന്റ് ആയിട്ടെന്നാണ് തോന്നുന്നത്. സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ്. ഓക്കെ, സെമന്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അത്ലറ്റിക് FC ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. സെമന്യയുടെ പ്രിഫറൻസ് മേ ബി ആർസണൽ ആയേനെ അവർ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നെങ്കിലെന്ന്. ചെൽസിയും ടോട്ടനാമിന്റെ അപ്രോച്ച് താരം റിജക്ട് ചെയ്തായിരുന്നെന്നും ലിവർപൂളും സിറ്റിയും ആയിരുന്നു, യുണൈറ്റഡിന്റെ പേരും വരുന്നുണ്ട്. ബട്ട് ലിവർപൂളും സിറ്റി ആയിരുന്നു ലാസ്റ്റ് താരത്തിനൊരു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളുള്ള ടീം വേണമെന്നുള്ളൊരു ഇതുണ്ടല്ലോ. സോ ലാസ്റ്റ് ഉണ്ടായിരുന്നതെന്നും കേൾക്കുന്നു റേസിൽ. പക്ഷെ താരം സിറ്റി സെലക്ട് ചെയ്യുന്നു. പക്ഷെ ആർസണൽ ഇൻട്രസ്റ്റ് കാണിക്കുമായിരുന്നെങ്കിൽ താരത്തിന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അതായനെ അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തുമാത്രം ഇതൊന്നും അറിയത്തില്ല. ബട്ട് ആർസണൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. മേ ബി ആർസണൽ ഇൻട്രസ്റ്റ് കാണിക്കുമായിരുന്നെങ്കിൽ കിട്ടിയാൽ. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇൻസാഗി ആണെങ്കിൽ ക്യാൻസലോനെ തൻ്റെ പ്ലാൻസിൽ കാണുന്നില്ലെന്നും ജനുവരിയിൽ താരത്തിനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു നീക്കങ്ങൾ ചിലപ്പോൾ നടത്തിയേക്കാവുന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും അനന്തരം ഒരു നെയിമിനെ ഫോറിൻ പ്ലെയറിനെ ആഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. സോ ആ ഒരു സിറ്റുവേഷനിൽ സോ ക്യാൻസലോ മേ ബി ജനുവരിയിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് തന്നെ ഫ്രീ ഏജന്റ് ആയേക്കാവുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ പറയുക. ഇനി അപ്ഡേറ്റ്സ് എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പ്ലീസ്. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.